മുസ്ലിം സ്പർദ്ധ വളർത്താനുള്ള ഒരവസരമായി ഇതിനെ കാണാമെന്ന ദുരുദ്ദേശത്തോടു കൂടി സാമൂഹ്യ മാധ്യമങ്ങളിൽ വിഹരിക്കുന്ന സംഘപരിവാറിൻ്റെ ഹാൻഡിലുകളെ നമ്മൾ തിരിച്ചറിയണം, പ്രചരണങ്ങളെ നമ്മൾ തിരിച്ചറിയണം. വാട്സപ്പുകളിൽ നമ്മുടെ മനസ്സിലേക്ക്, മസ്തിഷ്കത്തിലേക്ക് കയറ്റിവിടുന്ന വിദ്വേഷത്തിനും വെറുപ്പിനുമെതിരായിട്ടാണ് CPIM ജാഗ്രത പുലർത്തിക്കൊണ്ട് മാനവിക സദസ്സുകൾ സംഘടിപ്പിക്കുന്നത്. ഒരു ഭീകരതയ്ക്കും, അത് ഇസ്ലാമിക ഭീകരത്തിൻ്റെ കാര്യം മാത്രമല്ല, ഏതെങ്കിലും ഒരു ഭീകരതയ്ക്ക് മതവുമായി ബന്ധമുണ്ടോ? ഹൃദയത്തിൽ ദൈവത്തെ സൂക്ഷിക്കുന്ന ഒരാൾക്ക് വർഗീയവാദിയാകാനാകുമോ? യഥാർത്ഥ വിശ്വാസിക്ക് വർഗീയതയാകാൻ കഴിയുമോ? കഴിയില്ലെന്നാണ് ഞാൻ ഓരോ കാര്യങ്ങളായി പറഞ്ഞത്. അത് ഇസ്ലാമിന് മാത്രം ബാധകമായൊരു കാര്യമല്ല. 1948 ജനുവരി മാസം 30 സർവമത പ്രാർത്ഥനാ യോഗത്തിലേക്ക്, ഞാൻ അടിവരയിട്ട് പറയുന്നു, സർവമത പ്രാർത്ഥനാ യോഗത്തിലേക്ക് നടന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ബിർള മന്ദിരത്തിൽ നാഥുറാം വിനായക് ഗോഡ്സെയുടെ തോക്കുകളിൽ നിന്ന് പുറത്തേക്ക് വന്ന വെടിയുണ്ടകളിൽ ഒരു സ്ഫടികപാത്രം തകർന്നു വീഴുന്നത് പോലെ ഗാന്ധി നിശബ്ദമായത്. ഗാന്ധി എന്ന ഇതിഹാസ ഘടികാരം നിലച്ചത്. ആരായിരുന്നു ഗാന്ധിയുടെ രക്തസാക്ഷിത്വത്തിന് ഏറ്റവും അരികിൽ സാക്ഷിയായയാൾ? ഞാൻ പറയും, അത് രാമനായിരുന്നു, ഗോഡ്സെയല്ല. ആരായിരുന്നു ഗാന്ധിയുടെ രക്തസാക്ഷിത്വം, മരണം അരികിൽ നിന്ന് കണ്ടൊരാൾ, ഏറ്റവും അരികിൽ നിന്ന് കണ്ടൊരാൾ? അത് രാമനാണ്, വെടിവെച്ച ഗോഡ്സെയല്ല. എന്തുകൊണ്ടത്? ഹൃദയത്തിൽ നിന്ന് മരണത്തിൻ്റെ ആ ചെറിയ നിമിഷത്തിൽ ഗാന്ധിയുടെ നാവിലൂടെ പുറത്തു വന്നത് ഹേ റാം എന്നായിരുന്നു. ഇപ്പോൾ മിനാരങ്ങളിൽ നിന്ന് മുഴങ്ങിയ മകരി നമസ്കാരത്തിൻ്റെ ബാങ്ക് കേട്ട് പള്ളിയിലേക്ക് നമസ്കരിക്കാൻ പായുന്നൊരു മുസൽമാൻ നമസ്കാരം കഴിഞ്ഞ് പടച്ചവനോട് കിബ്ലക്കുനർക്ക് കൈനീട്ടി ദുആ ചെയ്യുന്നത്, പ്രാർത്ഥിക്കുന്നത് എന്തായിരിക്കും? പടച്ചവനെ മരിക്കുന്ന നേരത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹു മുഹമ്മദ് റസൂലുള്ളാഹി എന്ന് പറഞ്ഞ് മരിക്കാൻ എനിക്ക് കഴിയണമേ എന്നല്ലേ? ക്ഷേത്രങ്ങളിൽ മുടങ്ങാതെ പോകുന്ന ഒരു യഥാർത്ഥ ഈശ്വര വിശ്വാസിയുടെ പ്രാർത്ഥന എന്തായിരിക്കും? ഈശ്വര സാക്ഷ്യത്തിൽ മരിക്കാൻ എനിക്ക് കഴിയണമേ എന്നായിരിക്കില്ലേ? ഈശ്വരനെ സാക്ഷി നിർത്തി മരിക്കാൻ എത്ര ഈശ്വര വിശ്വാസികൾക്ക് സാധിക്കും? രാമരാജ്യം സ്ഥാപിക്കുമെന്ന് പ്രഖ്യാപിച്ചു നടക്കുന്ന സംഘപരിവാറിൻ്റെ RSSൻ്റെ ഏതെങ്കിലും ഒരു സംഘചാലക മരണപ്പെട്ട സമയത്ത് ഹരേ രാം ഹരേ കൃഷ്ണ എന്ന് പറഞ്ഞു മരിച്ചതായി RSS പോലും ഇതുവരെ അവകാശപ്പെട്ടിട്ടില്ല. പക്ഷേ ഒരു മനുഷ്യൻ രാമരാജ്യമാണ് ഞാൻ സ്വപ്നം കാണുന്നതെന്ന് ഉദ്ഘോഷിച്ച നാഥുറാം വിനായക് ഗോഡ്സെയുടെ തോക്കിൻ കുടലിൽ പിടഞ്ഞു വീണപ്പോൾ സാക്ഷിയായി വന്നത്, ഹൃദയത്തിൽ നിന്ന് പുറത്തേക്ക് വന്നത് രാമനായിരുന്നു. ഇപ്പോഴും രാജ്ഘട്ടിൽ അന്തിയുറങ്ങുന്ന ഗാന്ധിയുടെ അരികിൽ, ഗാന്ധിയുടെ സ്മൃതി കുടീരത്തിൽ രണ്ട് ഹിന്ദി വാക്കുകളേയുള്ളൂ. ഒന്ന് ഹേ, മറ്റൊന്ന് റാം. രാമൻ, നിദ്രയിൽ രാമൻ സാക്ഷി, മരണത്തിൽ രാമൻ സാക്ഷി, ഗാന്ധിയുടെ ഹൃദയത്തിൽ രാമൻ. അതേ ഗാന്ധിയാണ് അതേ നാവുകൊണ്ട് ഈ ലോകത്തോട്, ഇന്ത്യയോട് വിളിച്ചു പറഞ്ഞത് ഈശ്വര അല്ലാ തേരേ നാം. 1947 ഇന്ത്യ വിഭജനത്തിൻ്റെ ഘട്ടത്തിൽ നവഖാലിയിൽ, കൽക്കത്തയിൽ ആളിപ്പടർന്ന വർഗീയ കലാപത്തിൻ്റെ തീഷ്ണമായ വഴികളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിനക്ക് ചോരയാണ് വേണ്ടതെങ്കിൽ എൻ്റെ മുസ്ലിം സഹോദരനെ നീ വെറുതെ വിടൂ, എൻ്റെ ചോര നീ കുടിക്കൂ എന്ന് വർഗീയ ശക്തികളോട് വിളിച്ചു പറഞ്ഞ ഗാന്ധി, സർവമത പ്രാർത്ഥനാ സമ്മേളനത്തിലേക്ക് സർവമത സമഭാവനയുടെ സന്ദേശം വഹിച്ച ഗാന്ധി. ഞാൻ ചോദിക്കുന്നു, ഗാന്ധി മരിച്ചു വീഴുമ്പോൾ അരികിൽ ഏതെല്ലാം ഗ്രന്ഥങ്ങളുണ്ടാകും? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. സർവമത പ്രാർത്ഥനാ യോഗത്തിലേക്ക് പോകുന്ന ഗാന്ധി ചിതറി വീഴുമ്പോൾ, ഗാന്ധി എന്ന ചരിത്ര ഘടികാരം നിലച്ചു പോകുമ്പോൾ അത് അരികിൽ നിന്ന് രാമൻ സാക്ഷ്യം വഹിച്ചു എന്ന് ഞാൻ പറഞ്ഞു. പിന്നെ അരികിൽ ആരൊക്കെ ഉണ്ടായെന്നിരിക്കും? വിശുദ്ധ ഗ്രന്ഥങ്ങളെല്ലാം സാക്ഷി, വ്യത്യസ്ത മതസ്ഥ സാക്ഷി. ഗാന്ധിയെ താങ്ങിയെടുത്തിട്ടുള്ളതാരായിരിക്കും? ഗാന്ധിയുടെ മരണത്തിൽ ആദ്യമായി പൊട്ടിക്കരഞ്ഞിട്ടുള്ളതാരൊക്കെയായിരിക്കും? നിങ്ങൾ നോക്കൂ, രാമൻ സാക്ഷി. സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും നിഷ്ഠൂരമായ 2 സംഭവങ്ങളുണ്ട്. ഈ സ്വതന്ത്ര ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ 2 കൊടിയ കുറ്റകൃത്യങ്ങൾ, ആ 2ലും രാമൻ സാക്ഷിയാണെന്ന് ഞാൻ പറയും. ഒന്ന് 48, ഞാൻ വിശദീകരിച്ചു, രാമനായിരുന്നു സാക്ഷി. രണ്ടാമത്തേത് 1992 ഡിസംബർ 6 പകൽ 12:15 ശാന്തമായി ഒഴുകുന്ന സരയുവിൻ്റെ തീരത്ത്
ഇന്ത്യയിലെ സകല സേനാവ്യൂഹങ്ങളും ആകാശത്തിലേക്ക് തൻ്റെ തൊക്കിൻ കുഴലുകൾ ഉയർത്തിപ്പിടിച്ച് ഗാർഡ് ഓഫ് ഓണർ കൊടുത്ത് നിൽക്കവേ ബാബറി മസ്ജിദിൻ്റെ ഒട്ടുവിലത്തെ താഴികക്കുട്ടകളും തകർത്തെറിഞ്ഞ് കാവിക്കൊടികൾ ഉയർത്തിപ്പിടിച്ച് കർസേവകർ വിളിച്ചു പറഞ്ഞു, ഹേ റാം. ആ കൊടിയ കുറ്റകൃത്യത്തിനും രാമൻ സാക്ഷി. 2 കുറ്റകൃത്യങ്ങൾ, ഇന്ത്യയെ നെഞ്ചുലച്ച 2 സംഭവങ്ങൾ, ഇന്ത്യ ലോകത്തിന്റെ മുമ്പിൽ തലകുടിച്ചു നിന്ന 2 സംഭവങ്ങൾ, 2നും രാമൻ സാക്ഷി. ഇതിൽ ഏതു രാമനാണ് വിശ്വാസിയുടെ രാമൻ? ആദ്യത്തേത് വിശ്വാസത്തിന്റെ രാമനെങ്കിൽ, സ്നേഹത്തിന്റെ രാമനെങ്കിൽ. രണ്ടാമത്തേതോ ഞാൻ നേരത്തെ പറഞ്ഞു, മതവും ഭീകരതയും വർഗീയതയും തമ്മിൽ ബന്ധമില്ല. ഭീകരതയ്ക്ക് ബന്ധമുള്ളത് രാഷ്ട്രീയത്തോടാണ്. രാഷ്ട്രീയവുമായി ബന്ധമുള്ള രാമനെയാണ് നിങ്ങൾ അവിടെ കണ്ടത്. അത് യഥാർത്ഥ രാമനല്ല. രാമജന്മഭൂമി ബാബറി മസ്ജിദ് പ്രശ്നത്തെ മൈനസ് ചെയ്താൽ ഇന്ത്യയിൽ ഇന്ന് സംഘപരിവാർ ഗവൺമെന്റ് ഉണ്ടാകുമോ? വാജ്പേയി അധികാരത്തിലേക്ക് വരുമോ? ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു സംസ്ഥാനത്ത് BJPക്ക് അധികാരം കിട്ടുമായിരുന്നോ? ഇല്ല. മതത്തെ, ഇന്ത്യയുടെ ഹൃദയത്തിൽ ആഴത്തിൽ സ്വാധീനം ചെലുത്താൻ കഴിയുന്ന രാമനെന്ന വിഗ്രഹത്തെ, രാമനെന്ന വിശ്വാസത്തെ രാഷ്ട്രീയ താല്പര്യത്തിന് വേണ്ടി ഉപയോഗിച്ചു. അതാണ് സംഘപരിവാർ, അതാണ് വർഗീയത. ഇസ്ലാം ഭീകരതയുടെ മതമാണോ? അല്ല. ഞാൻ സമർത്ഥിക്കാൻ ശ്രമിച്ചു നേരത്തെ പലപ്പോഴും. തൊട്ടപ്പുറത്തെ വീട്ടിൽ പട്ടിണി കിടക്കുന്നൊരു മനുഷ്യനുണ്ടെങ്കിൽ നിന്റെ വീട്ടിലിരുന്ന് മൃഷ്ടാനം ഭക്ഷിക്കുന്ന ഒരാൾ എൻ്റെ കൂട്ടത്തിൽപ്പെട്ടവനല്ലെന്ന് പറഞ്ഞ പ്രവാചകൻ തൊട്ടപ്പുറത്ത് ഏത് മതക്കാരനാണെന്ന് പറഞ്ഞില്ല. ഖുർആൻ ഷരീഫിൽ എവിടെയെങ്കിലും ഒരിടത്ത് യാ അയ്യുഹന്നാസ്, അല്ലയോ ജനങ്ങളെ എന്നല്ലാതെ യാ മുസ്ലിം, യാ ഇസ്ലാം എന്ന് സംബോധന നിങ്ങൾക്ക് കാട്ടിത്തരാൻ കഴിയുമോ? ഇണചേർന്നിരുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനെ വനവേട നമ്പെയ്തു നിലത്തിട്ട് അവശേഷിക്കുന്ന ക്രൗഞ്ചമിഥുനങ്ങളിൽ ഒന്നിനായി വീണ്ടും വില്ലുകുലച്ചു കാത്തു നിൽക്കവയല്ലേ നിഷാദ ഒഴുകുന്നത്, പുറത്തേക്ക് വരുന്നത് അരുതു കട്ടാള. അവിടെയാണ് ഹ്യൂമാനിറ്റി. ഈ വേദിയിൽ എഴുതി വച്ചിരിക്കുന്ന മാനവികതയില്ലേ? എൻ്റെ അച്ഛനു നേരെ വെടിയുതിർത്ത ഭീകരതയെ അരികിൽ നിന്ന് കണ്ട ഞാൻ തൊട്ടടുത്ത മണിക്കൂറുകളിൽ നിഷ്കളങ്കരായ മനുഷ്യരിൽ മാനവികത ദർശിച്ചുവെന്ന് ആ പെൺകുട്ടി എറണാകുളത്തെ വസതിയിലിരുന്ന് ഞങ്ങളോട് പറഞ്ഞ മാനവികത, CPIMന്റെ ഈ വേദിയിൽ എഴുതി വച്ചിരിക്കുന്ന മാനവികത, ആ മാനവികതയാണ് നിഷാദ, അരുതുകാട്ടാള. കുറെ കൂടി വ്യാപ്തിയിൽ പറഞ്ഞാൽ മനുഷ്യൻ, എത്ര മനോഹരമായ പദം. അത് വെറും മനുഷ്യർ മാത്രമല്ല, സർവചരാചരങ്ങളുമുണ്ട്. ലോക സമസ്ത സുഖിനോ ഭവന്തു. നന്മ എന്ന പദത്തിനപ്പുറത്ത് ഏതെങ്കിലും ഒരു പദം എന്തെങ്കിലും അത് ഉദ്ഘോഷിക്കുന്നുണ്ടോ? പിന്നെ എങ്ങനെ ഭീകരത? പിന്നെ എങ്ങനെ തീവ്രവാദം? ഇന്ത്യ എന്ന് തങ്ങളുടെ ആജന്മ രാഷ്ട്രീയ ശത്രുവിനെ എന്നേക്കുമായി ഇല്ലാതാക്കാൻ, ഇന്ത്യയെ വിഘടിപ്പിക്കാൻ മതം മനസ്സിൽ തിരുകിക്കൊടുത്ത് 1928 മുസ്ലിം ബ്രദർഹുഡിൽ മുന്നോട്ട് വെച്ച മത തീവ്രവാദത്തിൻ്റെ ആശയങ്ങൾ ഇസ്ലാമിക രാഷ്ട്രമല്ലാതെ മറ്റെല്ലാം അശുദ്ധാണ്, ഒരിക്കലും അത് ശരിയല്ല, നൈകർണല്ല. എവിടെയാണോ ഇസ്ലാമിക രാഷ്ട്രമില്ലാത്തത് അവിടെയെല്ലാം ഇസ്ലാമിക ഭരണക്രമം സ്ഥാപിക്കണം എന്ന വിശ്വാസവും ആശയവും മസ്തിഷ്കത്തിൽ തിരുകിക്കൊടുത്ത്, ആയുധം കയ്യിൽ കൊടുത്ത് തീവ്രവാദത്തിൻ്റെ വഴിയെ പടച്ചുവിട്ട തീവ്രവാദ വിഘടനവാദ ശക്തികൾക്ക് ആ മതവുമായി ബന്ധമില്ല എന്നതിൻ്റെ അർത്ഥം വർഗീയതക്കെതിരായ പോരാട്ടത്തിൽ മുൻനിരയിൽ നമ്മൾ ചേർത്തു നിർത്തേണ്ടത് യഥാർത്ഥ ഹൈന്ദവ വിശ്വാസികളെയും മുസ്ലിം മതഭീകരതക്കെതിരായ പോരാട്ടത്തിൽ നമ്മൾ മാനവികതയുടെ സദസ്സിൽ ചേർത്തു പിടിക്കേണ്ടത്, മുന്നോട്ട് നടത്തേണ്ടത് യഥാർത്ഥ ഇസ്ലാമിക വിശ്വാസികളെയും ചേർത്ത് പിടിച്ചുകൊണ്ടായിരിക്കണം. നിങ്ങൾ ജാതി ചോദിച്ചു, മതം ചോദിച്ചു ഒരു മനുഷ്യനെ കൊന്നാൽ ഇന്ത്യ വിഭജിക്കപ്പെടില്ലെന്ന് ഇന്ത്യ പ്രഖ്യാപിക്കുകയായിരുന്നു ഇക്കഴിഞ്ഞ മണിക്കൂറുകളിൽ. ആരെല്ലാം ശ്രമിച്ചു? ഭീകരവാദികൾ മാത്രമല്ലല്ലോ. ഒരു തവണ ഭീകരത ശ്രമിച്ചുവെങ്കിൽ ആവർത്തിച്ച് ഇന്ത്യയിൽ, കേരളത്തിൽ ഇസ്ലാം ഹിന്ദു ഏറ്റുമുട്ടലുണ്ടാകട്ടെ ഇതിൻ്റെ മറവിലെന്ന് ആഗ്രഹിച്ചവർ ഈ കൂട്ടത്തിലല്ലേ? അതിനെയും ചെറുത്തു തോൽപ്പിക്കാൻ ഇന്ത്യക്ക് കഴിഞ്ഞു. അതാണ് ഇന്ത്യയുടെ കരുത്ത്.
ആ കരുത്ത് നമ്മൾ ആർജിച്ചെടുത്തത് വെറുതെയല്ല. എന്തുകൊണ്ടാണ് ജമാഅത്തെ ഇസ്ലാമി പേനയുന്തിയിട്ട് കേരളത്തിൽ, ഇന്ത്യയിൽ ജമാഅത്തെ ഇസ്ലാമിക്ക് മുസ്ലിം മതവിഭാഗത്തിൻ്റെ മഹാഭൂരിപക്ഷത്തിലേക്ക് ചെന്നു കയറാൻ കഴിയാത്തത്? എന്തായിരുന്നു? അബുൽ അഅ്ല മൗദൂദി 1941 ജമാഅത്തെ ഇസ്ലാമിക്ക് പിറവിയെടുക്കുമ്പോൾ, അതിന് രൂപം കൊടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ മുന്നിലുള്ള ഏറ്റവും പ്രധാനപ്പെട്ട അഭിപ്രായ ഭിന്നത എന്തായിരുന്നു? ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ നേതൃത്വത്തിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ഇന്ത്യയുടെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ മുൻനിരയിൽ നിന്ന മുസ്ലിം നേതാക്കളെല്ലാം ഒരേ സ്വരത്തിൽ ബ്രിട്ടീഷ് വിരുദ്ധ പോരാട്ടത്തിൽ, സാമ്രാജ്യത്വ വിരുദ്ധ പോരാട്ടത്തിൽ അണിനിരക്കാൻ, സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമാകാൻ ഇന്ത്യയിലെ മുസ്ലിങ്ങളോട് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന കാലത്താണ് അതല്ല വേണ്ടതെന്നും ഇന്ത്യയിൽ ഒരു മതരാഷ്ട്രമാണ് ഉണ്ടാകേണ്ടതെന്നുള്ള നിലപാട്, മതഭീകരതയുടെ മുദ്രാവാക്യം, മതമൗലികവാദത്തിൻ്റെ, വിഘടനവാദത്തിൻ്റെ മുദ്രാവാക്യം ജമാഅത്തെ ഇസ്ലാമി സ്ഥാപകൻ മുന്നോട്ട് വെക്കുന്നത്. ഞാൻ ചോദിക്കുന്നു, ഈ ആധുനിക ഇന്ത്യയിൽ, ഇവിടെ ഈ കേരളത്തിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകർ ഹസനുൽ ബന്നയുടെ ചിത്രം പിടിച്ച് തെരുവിലൂടെ നടന്നു പോകുമ്പോഴും എന്തുകൊണ്ടാണ് അതിനോട് കോൺഗ്രസ്സിന് ഒരു പ്രശ്നം തോന്നാത്തത്? CPM മാത്രമല്ലല്ലോ, രാഷ്ട്രീയത്തിൽ ഇടപെടാത്ത നിരവധി മുസ്ലിം സംഘടനകളില്ലേ? ആ മുസ്ലിം സംഘടനകളെല്ലാം വഖഫ് നിയമത്തിൽ വിയോജിപ്പ് രേഖപ്പെടുത്തിയവരല്ലേ? അവരെല്ലാവരും ഈ ഹസനുൽ ബന്നയുടെ ചിത്രവും പിടിച്ച് നടന്നുപോയ ഈ രീതി ശരിയല്ല എന്നഭിപ്രായപ്പെട്ടവരല്ലേ? ചില മുസ്ലിം സംഘടനകളെങ്കിലും അവരുടെ പത്രത്തിൻ്റെ എഡിറ്റോറിയൽ കുറിപ്പിലൂടെ നിലപാട് പ്രഖ്യാപിച്ചു.